ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ കൗതുകകരമായ ഒരു കാര്യം ഈ അടുത്തിടയ്ക്ക് നടന്നതാണ്. ഒരു സ്ഥലത്ത് കൺവെൻഷൻ കഴിഞ്ഞിട്ട് ആ കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസം കുറച്ച് പിള്ളേരൊക്കെ ചുറ്റും കൂടി വന്നു. അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ ടോക്കൊക്കെ കാണാറുണ്ട്, ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ ആയിട്ട്, ഫേസ്ബുക്കിലോ ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനകത്തൊരു ഒരു കൊച്ച്, എനിക്കൊരു 15-16 വയസ്സുള്ള ഒരു കൊച്ച് കുറച്ച് നാളുകളായിട്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ടോക്കുകൾ കേൾക്കാറുണ്ട്, ഈശോയുടെ വാക്കുകൾ, വചനങ്ങളൊക്കെ കേൾക്കും, അത് എഴുതിയെടുക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കൊച്ചനോട് ചോദിച്ച ഒരു കാര്യമാണിന്ന് എനിക്ക് വളരെ കൗതുകകരമായിട്ട് ഒത്തിരി സന്തോഷം തോന്നിയൊരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. ഈ കൊച്ചിങ്ങനെ ചോദിച്ചാൽ, ഒരുപാട് വചനങ്ങൾ പല അച്ഛന്മാരുടെ അടുത്തും കേട്ടിട്ടുണ്ട്, ബൈബിളിൽ ഞാൻ ഒറ്റയ്ക്ക് വായിച്ചിട്ടുണ്ട്, അച്ഛൻ്റെ അടുത്തുനിന്നും അച്ഛൻ പറയുന്നതും ടോക്കുകളിലൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ കൊച്ചെ ഭയങ്കര സന്തോഷം, അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ച ചോദ്യം ഇതാണ്, ഇത്രയധികം വചനങ്ങൾ പറഞ്ഞിട്ട് അച്ഛന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വചനം ഏതാണെന്ന് വെച്ചു. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വചനം ഞാൻ അങ്ങനെ ആ സമയത്തൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെടാത്ത വചനങ്ങൾ ഏതാവുള്ളൂ, ഇഷ്ടംപോലെ വചനങ്ങൾ. എനിക്ക് പേഴ്സണലായിട്ട് എന്നെ ഒത്തിരി സഹായിച്ചുള്ള വചനങ്ങളിൽ കുറേ ഉണ്ട്. നേരത്തെ ടോക്കുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, മിക്ക 7:8, അപ്പസ്തോലപ്രവർത്തനം 20-ന്റെ ആ ഒരു അധ്യായത്തിലെ വലിയ വാക്യങ്ങൾ, 24-ാമത്തെ വാക്യമൊക്കെ പ്രത്യേകിച്ച് പൗലോസ്ലീഹയുടെ വാക്കുകൾ. അപ്പോൾ ഈ കൊച്ചു ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് ഒരു കുറച്ച് സെക്കൻഡുകൾ എടുത്തിട്ട് എൻ്റെ ഉള്ളിലോട്ടൊന്ന് പെട്ടെന്ന് കയറി വന്നൊരു വചനമാണ് ഈ ഹെബ്രായർക്കുള്ള ലേഖനം 13-ാമത്തെ അധ്യായം, അതിൻ്റെ 5-6 വാക്യങ്ങൾ. എനിക്ക് തോന്നുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ എത്രയെത്ര ശക്തിപ്പെടുത്തുന്ന വചനങ്ങൾ നമ്മൾ മറന്നുപോയാലും ഏതൊരവസ്ഥയിലും നമ്മളെ ശക്തിപ്പെടുത്താൻ ഈ ഒരൊറ്റ വചനത്തിന് സാധിക്കുമെന്ന് ഞാൻ പേഴ്സണലി ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയാണ്, ഒത്തിരി വിശ്വസിക്കുകയാണ്. ഹെബ്രായർ 13-ന്റെ 5-6 അതൊന്നെടുത്ത് വായിച്ചു നോക്കണം കേട്ടോ. അതിനകത്ത് ഒരു കാര്യം ഇങ്ങനെ പറയുകയാണ്, ലേഖനകർത്താവിലൂടെ പരിശുദ്ധാത്മ പറയാണ്, നിന്നെ ഞാൻ ഒരു വിധത്തിലും ഉപേക്ഷിക്കില്ല, പരിത്യജിക്കില്ല, അവഗണിക്കില്ല. നിന്നെ ഞാൻ ഒരു വിധത്തിലും അവഗണിക്കില്ല, പരിത്യജിക്കില്ല, ഉപേക്ഷിക്കില്ല. ഇപ്പം നമ്മൾ ചില സങ്കടങ്ങളൊക്കെ വരുമ്പോഴത്തേന് ഈശോയോട് ചോദിച്ചു പോകുന്ന കുറേ ചോദ്യങ്ങളാണിത്. എന്നെ മൈൻഡ് ചെയ്യാത്ത, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെ കേൾക്കാത്ത, എന്നെ മാത്രം എന്തിനാ അവോയ്ഡ് ചെയ്യണേ? ഒരു പ്രോമിസ് തരികയാണ്, അതൊരു പ്രോമിസാണ്, ദ പ്രോമിസ്. ഞാൻ നിന്നെ ഒരു വിധത്തിലും, ഒരു കണ്ടീഷനും ഇല്ല, ഒന്നുമില്ല, നിന്നെ ഒരു വിധത്തിലും ഉപേക്ഷിക്കില്ല, അവഗണിക്കില്ല. എന്തൊരു ശക്തിയുള്ള വചനം അത്. അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. നമ്മൾ ഈ പാട്ടറിയാലോ അല്ലേ, പാടി ഞാൻ അക്രമം കാണിക്കുന്നില്ല. ആ ഒരു പാട്ട് നിങ്ങളുടെ മനസ്സിലല്ലേ, എൻ്റെ കുഞ്ഞെ പൊന്നോമലേ നിൻ്റെ ദൈവം ഞാനല്ലയോ, ഇടറല്ലേ പതറല്ലേ കരയില്ലേ നീ, അഭയമേകാൻ ഞാൻ കൂടെയില്ലേ, അല്ലേ? ആ ഒരു വാക്യവും ആ പാട്ടുമൊക്കെ, ആ വരികളൊക്കെ ഒന്ന് ചേർത്ത് ചിന്തിച്ച് നോക്കിയേ. നിന്നെ ഞാൻ ഒരു വിധത്തിലും അവഗണിക്കില്ല. നമ്മൾ പതറിപ്പോകുന്നുണ്ട്, ഇടറിപ്പോകുന്നുണ്ട്, കരഞ്ഞു പോകുന്നുണ്ട്, പക്ഷേ ശക്തിപ്പെടുത്തേണ്ട ഒരു കാര്യം ഇതാണ്, എന്നെ ഒരു കാരണവശാലും ഞാൻ മണ്ടത്തരം കാണിക്കട്ടെ, ഞാൻ പാപം ചെയ്തു പോട്ടെ, ഞാൻ ചിലപ്പോൾ ഈശോയോട് പിണങ്ങി മാറി നിൽക്കട്ടെ, ഈശോയോട് വഴക്കുണ്ടാകട്ടെ, ഞാനിങ്ങനെ അകന്നു മാറി നിൽക്കട്ടെ, എന്നെ ഒരു വിധത്തിലും അവഗണിക്കില്ല എന്ന് കർത്താവിൻ്റെ വചനം വാഗ്ദാനം തരികയാണ്. ഈ ഒരു വചനമില്ലേ 13-ന്റെ 5-6 ഹെബ്രായർ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കിടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നിയമാവർത്തന പുസ്തകം 31-ാമത്തെ അധ്യായത്തിലാണ്. ജോഷുവായോട് കർത്താവ് പറയുന്ന കാര്യമാണ്, നിന്നെ ഞാൻ എന്തായാലും കൈവിടില്ല. ജോഷുവയുടെ പുസ്തകം 1-ന്റെ 5-ലും 1-ന്റെ 9-ലും ഇതേ വാക്കുകൾ സിമിലറായിട്ട് കിടപ്പുണ്ട്. എന്താ പറയുക, എന്നാ സംഭവിച്ചാലും ജോഷുവ മകനെ നിന്നെ ഞാൻ വിടില്ല, നിൻ്റെ കൂടെ ഞാനുണ്ട്, നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിൻ്റെ കൂടെ കാണുമെന്ന് പ്രോമിസ് തന്നെ ആയിരിക്കും. അത് ജോഷുവായോട് മാത്രമല്ല, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു വചനം എന്നുള്ളതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നിത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ഒരു ഉറപ്പതാണ്, ഈശോയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഉണ്ടാവേണ്ട ഉറപ്പതാണ്, നിന്നെ ഒരു കാരണവശാലും ഈശോ ഉപേക്ഷിക്കില്ല, അവഗണിക്കില്ല, പരിത്യജിക്കില്ല. ഇപ്പോൾ തോറ്റു നിൽക്കുകയായിരിക്കും അല്ലേ, ഇപ്പോൾ ഒരു പാപത്തിൻ്റെ പടുകുഴി പെട്ട് നിൽക്കുകയായിരിക്കും, ഇന്ന് വീട്ടിലൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, ഇന്ന് കരിയറിൽ, ഇന്ന് പഠനത്തിൽ, ഇന്ന് ചിലപ്പോൾ റിലേഷൻഷിപ്പിൽ ഒരു സങ്കടത്തെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞു, കർത്താവ് പോലും കൈവിട്ടു എന്നൊക്കെ പറഞ്ഞ് ചങ്ക് തല്ലി നിലവിളിക്കുന്നുണ്ടാവും. ഈശോ പറയുന്ന വാക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുക, എൻ്റെ കുഞ്ഞെ പൊന്നോമലേ നിൻ്റെ ദൈവം ഞാനല്ലേ, ഇടറരുത്, കരയരുത്, പതറരുത്, അഭയമേകാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട്.